പൊറോട്ട അടിക്കാൻ ആളെ കിട്ടുന്ന കാര്യം ഭയങ്കര പാടായിരുന്നു. അതിനന്വേഷിച്ച് ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. പിന്നെ ഈ പൊറോട്ട അടിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ട് നമുക്ക് ആർക്കും പൊറോട്ട അടിക്കാം. ഇല്ല, അത് വലിയൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഞാൻ പല സ്ഥലത്തും നമ്മൾ ഇതിന് മുന്നേ ബിസിനസ് ചെയ്തിട്ടുള്ളപ്പോഴും സ്കിൽഡ് ലേബറുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ആക്ച്വലി കിടിലം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറായിരിക്കണം, നമ്മളൊരു ഹോട്ടലിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ കുക്കായിരിക്കണം, നമ്മളൊരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു നമുക്ക് അറിയാതിരിക്കുന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇപ്പം നമ്മൾ IT പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവർക്കൊരു ലീവ് വേണമെങ്കിൽ ഇവർ HR മെയിൽ അയച്ച്, അപ്പോൾ HR ലീവ് കൊടുക്കൂലെന്ന് പറയും. പിന്നെ മറ്റേ മാനേജർക്ക് മെയിൽ അയച്ച് അങ്ങനെ ലീവ് എടുക്കണം. അപ്പോൾ അതേ സമയം എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, പുള്ളി മറ്റേ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് സാവല്യത്തിലൊരു ചെറിയ ജ്യൂസ് ഷോപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ പുള്ളി ഇല്ലെങ്കിൽ അവിടെ ജ്യൂസ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് മാത്രം ജ്യൂസ് അടിക്കാറിയോ, മുതലാളിക്ക് ഇതൊന്നും അറിയണം. മുതലാളി വന്ന് ക്യാഷ് കളക്ട് ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ലീവ് എങ്ങനെയെന്ന് വെച്ചാൽ അവൻ നാളെ വരില്ലെന്ന് പറഞ്ഞാൽ നാളെ കടയില്ല. അവൻ മറ്റേ HR അപ്ലൈ ചെയ്യേണ്ട, മാനേജറിൻ്റെ സാങ്ഷനും വേണ്ട. അവൻ പറയും ഞാൻ 5 ദിവസത്തേക്ക് ഗോവയിൽ പോവുകയാണ്. 5 ദിവസത്തേക്ക് കട അവധിയാണ്. കാരണം പിന്നെ മുതലാളിക്ക് ഇരുന്ന് ജ്യൂസ് അടിക്കാനോ അങ്ങനെയുള്ള സെറ്റപ്പില്ല. അപ്പോൾ എനിക്ക്